ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ആത്മീയ സമ്മേളനം 144 വർഷം കൂടുമ്പോൾ നടക്കുന്ന മഹാകുംഭമേള. ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിലാണ് ഇത് നടക്കുന്നത്. 3 വർഷം കൂടുമ്പോൾ നടക്കുന്നത് കുംഭമേള, 6 വർഷം കൂടുമ്പോൾ നടക്കുന്നത് അർദ്ധകുംഭമേള, 12 വർഷം കൂടുമ്പോൾ നടക്കുന്നത് പൂർണ്ണ കുംഭമേള, 144 വർഷം കൂടുമ്പോൾ നടക്കുന്നത് മഹാകുംഭമേള. ഓരോ കുംഭമേളയും പ്രയാഗ് രാജ്, ഉജ്ജയിനി, നാസിക്, ഹരിദ്വാർ എന്നീ 4 സ്ഥലങ്ങളിൽ മാറി മാറി നടക്കുന്നു. എന്നാൽ 144 വർഷം കൂടുമ്പോൾ നടക്കുന്ന മഹാകുംഭമേള ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ മാത്രമാണ് നടത്തുക. 2025 ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ, മകരസംക്രാന്തി മുതൽ മഹാശിവരാത്രി വരെ പ്രയാഗ് രാജിൽ നടക്കുന്നത് മഹാകുംഭമേളയാണ്. ഗംഗ, യമുന അദൃശ്യമായി ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നു എന്ന് വിശ്വസിക്കുന്ന സരസ്വതി എന്നീ നദികളുടെ ത്രിവേണി സംഗമമാണ് പ്രയാഗ് രാജിൽ. ഈ മഹാകുംഭമേളയിൽ ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നായി 50 കോടിയോളം ജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് കണക്ക്. ഏകദേശം 15 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന സംഗമ തീരത്ത് കോടിക്കണക്കിന് ഭക്തർ സ്നാനം ചെയ്യുന്ന കാഴ്ചയാണ് കുംഭമേളയിൽ. മകരസംക്രാന്തി ദിനത്തിൽ അമൃത സ്നാനം നടന്നു. ത്രിവേണി സംഗമ തീരത്ത് കുംഭമേള സമയത്ത് തീർത്ഥസ്നാനം ചെയ്യുന്ന ആളുകൾക്കൊപ്പം രൂപം മാറി ദേവന്മാരും ഇതിൽ പങ്കെടുക്കാറുണ്ട് എന്നാണ് വിശ്വാസം. ഒരു മനുഷ്യന്റെ പാപങ്ങളെ മുഴുവൻ ഒഴുക്കിക്കളയുന്നതാണ് കുംഭമേളയിലെ തീർത്ഥസ്നാനം എന്ന് വിശ്വസിക്കുന്നു. എപ്പോൾ എവിടെ കുംഭമേള നടക്കുമെന്നത് സൂര്യന്റെയും ഗ്രഹങ്ങളുടെയും സ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഈ ഗ്രഹങ്ങൾ പ്രത്യേക രാശികളിൽ ആയിരിക്കുമ്പോൾ മാത്രമേ കുംഭമേള നടക്കൂ. എല്ലാ സന്യാസിമാരും താപസന്മാരും ഏത് സ്ഥലത്ത് ഉള്ളവരായാലും കുംഭമേള നടക്കുന്ന കൃത്യസമയത്ത് എത്തിച്ചേരും. വ്യാഴം ഇടവം രാശിയിലേക്കും സൂര്യനും ചന്ദ്രനും മകരം രാശിയിലേക്കും പ്രവേശിക്കുമ്പോഴാണ് കുംഭമേള നടക്കുന്നത്. കുംഭമേളയെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം പാലാഴി മദനവുമായി ബന്ധപ്പെട്ടാണ്. ദേവന്മാരും അസുരന്മാരും അമൃത് ലഭിക്കാനായി പാലാഴി കടഞ്ഞു. ലക്ഷ്മി ദേവി, ഐരാവതം, അപ്സരസ്, കൽപ്പവൃക്ഷം, കാമധേനു തുടങ്ങിയ പല അമൂല്യ വസ്തുക്കളും ലഭിച്ചു. അവസാനം അമൃത് നിറച്ച പാത്രവുമായി ധന്വന്തരി പ്രത്യക്ഷപ്പെട്ടു. അമൃത കലശം പുറത്തു വന്നയുടൻ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം തുടങ്ങി. ദേവരാജാവായ ഇന്ദ്രന്റെ മകൻ ജയന്തൻ ധന്വന്തരിയുടെ കയ്യിൽ നിന്ന് അമൃതകുംഭം തട്ടിപ്പറിച്ച് ഓടിമറഞ്ഞു. 12 ദേവദിവസങ്ങൾ, അതായത് മനുഷ്യന്റെ 12 വർഷങ്ങൾ ആണ് ജയന്തൻ അമൃതുമായി ഓടിയത്. അമൃതുമായി ജയന്തൻ വസിച്ചത് 4 സ്ഥലങ്ങളിലാണെന്ന് പറയപ്പെടുന്നു. ഹരിദ്വാർ, നാസിക്, പ്രയാഗ് രാജ്, ഉജ്ജയിൻ എന്നിവയാണ് ആ 4 സ്ഥലങ്ങൾ. ജയന്തൻ ഓരോ സ്ഥലത്ത് വിശ്രമിച്ചപ്പോഴും അമൃതകുംഭത്തിൽ നിന്ന് ഓരോ തുള്ളി അമൃത വീതം ഭൂമിയിലേക്ക് പതിച്ചു. അമൃത് വീണ ഈ 4 പുണ്യസ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. കുംഭമേള സമയത്ത് ഈ നദികളിലെ വെള്ളം അമൃതാകുമെന്നും ആ സമയത്ത് പുണ്യനദിയിൽ സ്നാനം ചെയ്യുന്നവർക്ക് അനുഗ്രഹം ലഭിക്കുമെന്നും പാപങ്ങളെല്ലാം നീങ്ങി മോക്ഷത്തിലേക്ക് അടുക്കാൻ ഇത് സഹായിക്കുമെന്നും വിശ്വസിച്ചു പോരുന്നു. ജനുവരി 13 പൗഷ് പൂർണിമ, 14 മകരസംക്രാന്തി, 19 മൗനി അമാവാസി, ഫെബ്രുവരി 3 ബസന്ത് പഞ്ചമി, 12 മാഘപൂർണിമ, 26 മഹാശിവരാത്രി. ഈ ദിനങ്ങളാണ് പവിത്രമായ സ്നാന ദിവസങ്ങൾ. അമൃത സ്നാനത്തിന് എത്തിയ അഘാരകൾ കുതിരപ്പുറത്തും കാൽനടയായും ശോഭായാത്ര നടത്തി. മുടിയിൽ പൂക്കളും കഴുത്തിൽ ധാരാളം മാലകളും അണിഞ്ഞ് ത്രിശൂലം ഉയർത്തിപ്പിടിച്ച് നാഗസന്യാസിമാർ എത്തി. വാദ്യമേളങ്ങളുടെ താളത്തിനൊത്ത് അവർ നൃത്തം ചെയ്തു. ത്രിവേണി സംഗമത്തിലെ പുണ്യസ്നാനത്തിൽ അവർ പങ്കാളികളായി. സ്ത്രീ നാഗസന്യാസിമാരും സ്നാനത്തിന് എത്തിയിരുന്നു. മഹാകുംഭമേളയിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് അമൃത സ്നാനം. ഏകദേശം 4000 ഹെക്ടറുകളിലായി പടർന്നു കിടക്കുകയാണ് കുംഭമേള. താൽക്കാലിക ടെന്റുകൾ കൊണ്ട് ഇവിടെ ഒരു നഗരം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്നാനത്തിനായി 9 ഘട്ടുകൾ ഉണ്ടാക്കി.
അദ്വൈതാചാര്യനായ ആദി ശങ്കരാചാര്യർ എല്ലാ താപസന്മാരോടും ഉപദേശിച്ചിട്ടുള്ളത് തങ്ങളുടെ തപശക്തി ലോക നന്മയ്ക്കായി വിനിയോഗിക്കണമെന്നും അതിനായി കുംഭമേളകളിൽ പങ്കാളികളാകണമെന്നുമാണ്. കേരളത്തിൽ നിന്നും നേരിട്ട് എല്ലാ ശനിയാഴ്ച രാത്രിയിലും എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് പ്രയാഗ്രാജിൽ ചൊവ്വാഴ്ച വെളുപ്പിനെ എത്തുന്ന എറണാകുളം പാട്ന എക്സ്പ്രസ് ഉണ്ട്. അല്ലാതെ ദിവസവും കേരളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് പോകുന്ന മംഗള കേരള എക്സ്പ്രസുമുണ്ട്. ഇതിൽ കയറിയാൽ ഝാൻസി സ്റ്റേഷനിൽ ഇറങ്ങി റോഡ് മാർഗം 6-7 മണിക്കൂർ കൊണ്ട് പ്രയാഗ്രാജിൽ എത്താം. മേള സ്പെഷ്യൽ ട്രെയിനുകളും ഉണ്ട്. അവിടെ എത്തിയാൽ ടെൻറ്റുകളിൽ താമസിക്കാം. ഭക്ഷണവും സൗജന്യമായി ലഭിക്കും. അല്ലാതെയുള്ള ഹോട്ടലുകളും ഉണ്ട്. ആശ്രമങ്ങളുടെ ടെൻറ്റുകളും ഉണ്ട്. ഈ ടെൻറ്റുകളിൽ താമസിച്ച് തിരികെ പോരുമ്പോൾ അവർ ആവശ്യപ്പെടില്ല എങ്കിലും നമ്മുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും ഒരു സംഭാവന കൊടുക്കാം. കുംഭമേളയിൽ പങ്കാളിയാകുന്നവർക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ചെയ്യാം. മേളയിൽ പങ്കാളിയാവുക എന്നത് ജീവിതത്തിലെ ഒരു പ്രത്യേക അനുഭവമായിരിക്കും.